ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് കോട്ടയം പഴയ സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ വന്ന മാംഗോ ഫെസ്റ്റിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. ഇത് വളരെ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഇതിപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ഇനത്തിൽപ്പെട്ട മാമ്പഴങ്ങൾ കാണാനിടയുണ്ടായി. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ടൈപ്പ് മാമ്പഴങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇവിടോട്ട് കയറിയപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക സുഗന്ധം തന്നെയായിരുന്നു പഴുത്ത മാങ്ങകളുടെ. ഞങ്ങൾ വന്നത് ഇത് ഫെസ്റ്റ് തീരുന്ന അന്നായിരുന്നു. ഞാൻ ഓർത്ത് വളരെ തിരക്കായിരിക്കുമെന്ന്, പക്ഷേ വിചാരിച്ച പോലെ ഒരു തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, നടക്കാനും എടുക്കാനും ഒക്കെ വളരെ ഒരു സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മാങ്ങകളും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ ഒരവസരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത മാമ്പഴം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പല മാമ്പഴവും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്നിനൊന്ന് നല്ലത് തന്നെയായിരുന്നു. പിന്നെന്താ പറയുക, എല്ലാ സ്റ്റാളിൻ്റെ അടുത്ത് ഓരോരുത്തർ കാണും. നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞും തരും. പിന്നെ കാണാൻ വളരെ നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാ മാമ്പഴവും മൊത്തത്തിൽ നടന്നൊന്ന് കണ്ടു. ചില മാമ്പഴങ്ങളൊക്കെ മണത്ത് നോക്കി നല്ലൊരു മണം തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി നടക്കുമായിരുന്നു. അവനവൻ്റെ വഴിക്ക് നടക്കുന്നു, ഞാൻ എൻ്റെ വഴിക്ക് നടക്കുന്നു. ഈ മാങ്ങയൊക്കെ കണ്ടോ, ഇതൊക്കെ എന്താ പറയുക, വളരെ ടേസ്റ്റുള്ള മാമ്പഴമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാം തീർന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു തത്തയുണ്ടായിരുന്നു. തത്തയുടെ അടുത്ത് പോയി കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു ചെയർ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇരിക്കണമെന്ന് തോന്നി. എന്നാ പറയുക, പ്രായമായവരൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചെയർ. ഞാനത് ഇരുന്ന് നോക്കി. എനിക്കത്ര സുഖമായിട്ടൊന്നും തോന്നിയില്ല. എന്നാ പറയുക, പണ്ടത്തെ ചാരുകസേരയില്ല, അതിൻ്റെ ഒരു മോഡേൺ ലുക്ക്. പിന്നെ എന്നാ പറയുക, ഞാൻ മറ്റ് സ്റ്റാളുകളുടെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, ലെന്ത് കൂടുന്നുണ്ട്. ഞാൻ മാങ്ങയുടെ വീഡിയോ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഒരുപാട് വെറൈറ്റി ഒന്നിൽപ്പെട്ട മാമ്പഴം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓരോരോ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാംഗോ ഫെസ്റ്റ് കാണാൻ വന്നതിന് ഇവിടെ റോബോട്ടിക് നായക്കുട്ടികളുടെ ഒരു പ്രദർശനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. പക്ഷേ ഞങ്ങൾ വന്നത് ലാസ്റ്റ് ഡേ ആയത് കാരണം അവരൊക്കെ അവിടുന്ന് പോയായിരുന്നു. പല സ്റ്റോളുകളും നിർത്തിയും പോയിട്ടുണ്ടായിരുന്നു. തീരുന്ന ദിവസം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എന്നാ പറയുക, വന്ന സ്ഥിതിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിഞ്ഞ് പോകുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ഇഷ്ടംപോലെ പല വർഷത്തൈയുടെ പ്രദർശനം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനൊരവസരം